ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അതേ റെസിപ്പീസ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ടിപ്പിക്കൽ റെസ്റ്റോറൻറ്റിൽ എങ്ങനെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ പനീർ ബട്ടർ മസാലയും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ പനീർ ബട്ടർ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു 500 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/2 കിലോ. അപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉപ്പില്ലാത്ത ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച ശേഷം 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കസ്തൂരി മേത്തി, അതുമാതിരി ഒരു 1/4 സ്പൂണോളം ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിയൊന്നും കരിഞ്ഞു പോയത്. ജസ്റ്റ് ഒന്ന് പൊടിയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പനീർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പനീറിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് പൊടിഞ്ഞു പോവാതെയും കിട്ടും. അപ്പോൾ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അതേ പാനിലേക്ക് നമുക്ക് എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂണോളം ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 ബേ ലീഫ്, 4 ഗ്രാമ്പു, 4 ഏലക്കായ, ഒരു കഷ്ണം പട്ട, ഒരു തക്കോലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള അരിഞ്ഞത് ചേർക്കാം. ഞാൻ ഒരു 3 സവോള നീളനെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് 3 സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1 2 3 പച്ചമുളക് ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്, 2 പച്ചമുളകെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 14ഓളം കാഷ്നട്ട് ഉണ്ടാവും, കുറഞ്ഞത് അല്പം ഒരു പിടി കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ട് അല്പം നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത ശേഷം നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് ചേർക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ എളുപ്പത്തിന് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് അരച്ച് ചേർക്കാനാണ്. അപ്പോൾ കാഷ്നട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ഇടാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 സ്പൂണോളം നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ സ്പൈസസിനനുസരിച്ച്. കാശ്മീരി മുളക് പൊടിക്ക് എരിവൊക്കെ കുറവാണ്. പിന്നെ ഞാൻ അതിലേക്ക് തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ആവിയിലൊന്ന് അടച്ച് ഒന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സവാളയൊക്കെ തക്കാളി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഒട്ടും പുളിയില്ലാത്ത 1 സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പുളിയില്ലാത്ത ഒരു ടീസ്പൂണ് കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ആക്കുകയാണ്. നമുക്കിന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് ഞാൻ ബേ ലീഫ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബേ ലീഫ് എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാൻ അതേ പാനിൽ ഞാൻ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിരിക്കണോളം കറി തിക്നെസ് ആവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് അടച്ച് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എരിവ് കുറവാണെങ്കിൽ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിൽ 1/2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും. പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു
ചെറിയൊരു മധുരം കിട്ടും, അതുമാതിരി ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പനീർ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ പനീർ ഒന്ന് സോഫ്റ്റ് ആവും ചെയ്യും, മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കസ്തൂരി മേത്തി ഒരു സ്പൂണോളം എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പി പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഒരു 3-4 സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് ഒന്നുകൂടി തിക്നെസ്സും കിട്ടും, ടേസ്റ്റും കിട്ടും. ഇനി അതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. ചപ്പാത്തി, പൊറോട്ട, നാൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും അതുമാതിരി ബ്രെഡിൻ്റെ കൂടെയായാലും പിന്നെ നമുക്ക് പുലാവ്, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയായാലും നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന വളരെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും അതേമാതിരി ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.